കഴിഞ്ഞ ദിവസം ഞങ്ങൾ വയറുകളച്ച് പോയി മേടിച്ച സാധനം പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ അവനത് ഡെയിലി രാവിലെ എണീക്കുമ്പോഴും ഉറക്കത്തിലും എല്ലാം ഈ ഒരു വിചാരമുള്ളത് എന്നാണ് നടന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ കുറച്ച് ഇന്ന് നട്ടിട്ട് നടാന്ന് അത്ര നട്ടിട്ട് ബാക്കി പിന്നത്തേക്ക് നടാന്ന് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങൾ 2 റോസിൻ്റെ കമ്പും എല്ലാം വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു. സീഡ്സ് ഇവിടെ ഇരിപ്പുണ്ട്. മണ്ണ് എല്ലാം നടാൻ പോവുക. വീട് കണ്ടിട്ടില്ല, ജസ്റ്റ് ആ വീടിൻ്റെ മുൻവശത്തു നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീട് താമസിക്കുന്നത്. ആ കാണുന്നൊരു ചെറിയ ബെഡിലാണ് നടുന്നത്. ഫാമൂസ് നടാൻ വേണ്ടിയിട്ട് ഇത് കാര്യമായിട്ട് വരുന്നുണ്ട്. ഗ്ലൗസൊക്കെ ഇട്ട് ഓൾ സെറ്റപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ തണുപ്പ് മാറി സമ്മറിൻ്റെ സീസൺ തുടങ്ങാൻ പോകണം. ഒരു 2 വീക്സും കൂടെ തണുപ്പ് ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്, ക്ലൈമറ്റ് കാണിക്കുന്നത്. ഓറഞ്ച് മരം ഉണ്ടായി. ഓറഞ്ച് ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞു, സീസൺ കഴിയാറായി. അങ്ങേയറ്റത്ത് നിൽക്കുന്ന പിജാവോ മരം, ഇനി അടുത്തത് പിജാവോ ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാം. അതിനോട് ചേർന്ന് നിൽക്കുന്ന മുന്തിരിയാണ്. ആ മുന്തിരിയും നന്നായിട്ട് കായ്ക്കുന്നതാണ്. ഗ്രീൻ ഗ്രേപ്സ് ആണ്, അതിലും നന്നായിട്ട് ഉണ്ടാകുന്നതാണ്. ഇതാണപ്പോൾ നമ്മുടെ സ്ഥലം, ബാക്കി വശത്തുനിന്നുള്ള വ്യൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നട്ടേൻ്റെ സ്ട്രോബെറിയും എല്ലാം നട്ടേന് കുറച്ച് ചെടിച്ചട്ടികൾ പഴയതിരിപ്പുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ആദ്യം നടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും മണ്ണ് നിറയ്ക്കുകയാണ്. ഇനി മണ്ണ് നിറച്ചിട്ട് നനയ്ക്കണം. അന്ന് വാങ്ങിയ മണ്ണ് അത് നനച്ചിട്ട് അതിനകത്തേക്ക് പതുക്കെ നടണം. രണ്ടുപേരും ഭയങ്കര ഇൻട്രസ്റ്റാണ് കാര്യങ്ങൾ. ഓരോന്നോരോന്നായിട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ടയേർഡായോ? നമുക്ക് നാളെ നട്ടാലോ? ഇന്ന് ഫിനിഷ് ചെയ്യണോ? അവൻ പറഞ്ഞു ഇന്ന് ഫിനിഷ് ചെയ്തിട്ടുള്ള പരിപാടി ഉള്ളതെന്നാണ് പറയുന്നത്. പാമൂസിനെന്ന് പറയുന്നത് ഇന്ന് നടണോ അതോ നാളെ നട്ടാൽ മതിയോ? ഇപ്പം നടണോ? എന്നാ ശരി. എന്നാൽ ഞങ്ങൾ നട്ടിട്ടേ എന്നുള്ള വാശിയിൽ രണ്ടുപേരും കൂടെ മത്സരിച്ച് മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ചട്ടിക്കകത്ത് മണ്ണ് നിറച്ചതിന് ശേഷം ചെറിയൊരു നടാൻ ഭാഗത്തിന്റെ ചെറിയൊരു കുഴി ഉണ്ടാക്കും. മാമൂസ് കുഞ്ഞല്ലേ, ഇന്നലെ അവൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ചുട്ട അല്ലേ? ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതിനകത്തേക്ക് പതുക്കെ നടണം. നടാനുള്ള പരിപാടി നോക്കാൻ പോകും അടുത്തത്. ഇനി ഇങ്ങനെ 4ആയിട്ട് വന്നേക്കുന്നത് ഇനി ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആ മണ്ണോട് കൂടി അതിനകത്തേക്ക് നടണം. നടാനുള്ള പോകണം. അതിനകത്ത് ഓരോ പീസായിട്ട് എടുത്ത് വെള്ളത്തിൽ മുക്കി അതിനകത്ത് നമ്മുടെ മറ്റേ മണ്ണിനകത്തേക്ക് നടണം. സ്ട്രോബെറിയാണ് ഇപ്പോൾ ആദ്യം നടാൻ പോകുന്നത്. സ്ട്രോബെറി അതിനുശേഷം പതുക്കെ സമയം നോക്കിയിട്ട് ചെയ്യണം. അതിൻ്റെ ബ്ലാക്ക് കവറ് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. ആ കവർ ആദ്യം പതുക്കെ അടിയിലത്തെ മണ്ണ് ഇളകാണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മണ്ണിനകത്തേക്ക് ഞാൻ നടണം. ഓൾറെഡി മറ്റേ മണ്ണ് നമ്മൾ നനച്ച് വെച്ചേക്കാണ്. അതിനകത്തേക്ക് ഞങ്ങൾ നട്ടിട്ട് അടുത്തെടുക്കാൻ വേണ്ടി പോയി കാണാം. അമ്മയും മോനും കൂടെ പതുക്കെ മുക്കി ആദ്യം വെള്ളത്തിനകത്ത് മുക്കി. അത് സ്കൂള് വിട്ട് വന്നിട്ട് യൂണിഫോം പോലും മാറിയിട്ടില്ല കേട്ടോ. ഒരു ജാക്കറ്റും എടുത്തിട്ട് ഇറങ്ങിയേക്കാം. യൂണിഫോം മാറാൻ പറയുന്നത് നിങ്ങളുടെ ചിരിക്കുന്നുണ്ടോ? അശ്വട്ടാ നീ യൂണിഫോം മാറാഞ്ഞേ? അങ്ങനെ വേഗം ചെയ്യുന്നത് എന്തിനാ? ഞങ്ങൾ ഗ്യാരേജിലാണല്ലോ കേട്ടോ. ഗ്യാരേജ് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന വിചാരിക്കേണ്ടത്. ചെറിയൊരു മഴ പെയ്യുമ്പോൾ ഒരു ലീക്കുണ്ട്. ഞങ്ങളിത് ജസ്റ്റ് ഇതിനകത്താണ് ഗ്യാരേജായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അതങ്ങനെ കിടക്കുന്നു. അപ്പൊ ബേബിക്ക് അടുത്താരാ ബേബിയാണ് നടാൻ പോകുന്നത്? ഓക്കേ. എനിക്ക് ബോറടിച്ചിട്ട് അവളുടെ സൈക്കിളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൾ പറഞ്ഞു എനിക്ക് ബോറടിച്ചാൽ ഇനി ഞാൻ കുറച്ച് സൈക്കിളേ വിട്ടിട്ട് വരാം. അവളപ്പോൾ സൈക്കിളേ വിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്നാ എടുക്കും ബേബി? എന്തെടുക്കുക? എന്താ ബേബി സൈക്കിൾ ഓടിക്കാൻ പോയി? ബേബിക്ക് ചെടി നടണ്ട? ബെഡിൽ കഴിഞ്ഞ വർഷം നട്ടേൻ്റെ ബാക്കി വേരെല്ലാം കളഞ്ഞിട്ട് 2 ചാക്ക് മണ്ണ് ഇതിനകത്തിട്ട് ബെഡ് സെറ്റ് ചെയ്ത് ആദ്യം മൊത്തം അതിനകത്ത് കളയെല്ലാം പറിച്ച് കളഞ്ഞു. ഇവിടെ ആദ്യം ഞങ്ങളുടെ കുഞ്ഞി കർഷക എല്ലാത്തിനും വീണ്ടും ഹെൽപ്പുമായിട്ട് വന്നിട്ട് കളയെല്ലാം പറിച്ച് കളഞ്ഞ് ഇനി അടുത്ത നടാനുള്ള പരിപാടി വന്നു. അപ്പോൾ ആദ്യം ഇവിടെ തക്കാളി നടുന്നിടത്ത് കൂടുതൽ വേറെ എന്ത് നട്ടാലും കളിക്കില്ല. കാരണം തക്കാളി അങ്ങ് തഴച്ച് വളരും. കഴിഞ്ഞ നാട്ടിൽ നട്ടതിൻ്റെ ബാക്കി ക്യാരറ്റിൻ്റെ വിത്തുകൾ അത് പറിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. 5-6 വിത്ത് അതിനകത്ത് ഉണ്ടായിരുന്നു. പറിച്ച് തരും
ചുമ്മാ സൈഡിൽ തന്നെ അവിടെ ഇട്ട് നോക്കണം കിളുക്കുമോന്ന്. ശരം കളയെല്ലാം പറിച്ചിട്ട് അവൻ ആദ്യത്തെ ബെഡിനകത്ത് വെള്ളം തളിക്കുകയാണ് നന്നായിട്ട്. അശോട്ട് എന്നാ ചെയ്യുന്നേ? എന്നിട്ട് എന്തിനാ? എല്ലാ കാര്യത്തിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നല്ല കാറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെടി നടാൻ പറ്റിയൊരു നല്ലൊരു ദിവസമല്ല. പിന്നെ സമയത്തിനനുസരിച്ച് വേണല്ലോ. ഇന്നത് എനിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു, അവൾക്കും ഡ്യൂട്ടി ഇല്ലായിരുന്നു, അശൂട്ടിനാണ് സ്കൂൾ കഴിഞ്ഞ് വന്ന സമയമായിരുന്നു. ഇനി കണ്ടിന്യൂസ് അടുത്ത ആഴ്ച ഫുള്ള് ഡ്യൂട്ടി. അപ്പോൾ അടുത്ത ആഴ്ച കഴിഞ്ഞത്തേക്ക് നടാനിരുന്ന് കഴിഞ്ഞാൽ നടേണ്ട സമയവും കഴിഞ്ഞു പോകും. അതിനിടയ്ക്ക് ഞാൻ വെള്ളം വെച്ച് കളിക്കുന്ന നോക്കി. അശൂട്ടാ വെള്ളം പഴക്കാതെ. മതി, ഇനി വേവിടിയിലൊന്നും കൊടുത്തേ. തക്കാളി ഇപ്പോൾ രണ്ടാമത്തെ തൈ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തൈ ഇവിടെ ഓൾറെഡി നട്ടു, രണ്ടാമത്തെ തൈ നട്ടു. 6 തൈ ഇതിനകത്ത് ഒരു ബെഡിനകത്ത് നടാൻ പറ്റുള്ളൂ. ബാക്കി ഏതായാലും ഇന്ന് സമയം പോയി സന്ധ്യയാകാൻ തുടങ്ങി. ആ കൊടുത്ത് നല്ല തണുപ്പുണ്ട്. പതുക്കെ കയറാൻ പോകണം. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്, നല്ല കാറ്റ്. അവൻ പറഞ്ഞു അവൻ്റെ സൺഫ്ലവറും കൂടെ നട്ടിട്ട് കയറിയാൽ മതി. സൺഫ്ലവർ ഗ്യാരേജിനകത്ത് തന്നെ വെച്ച് ചട്ടിക്കകത്തേക്ക് 2-3 വിത്ത് പാകിയിട്ട് അടുത്ത പരിപാടി നോക്കണം. തൽക്കാലം ടൊമാറ്റോ മാത്രം നട്ട് ചെറിയ അതിനൊരു സപ്പോർട്ടിന് വേണ്ടി കമ്പുകൾ കുത്തി. ഈ കമ്പ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കാറ്റ് കാരണം കുത്തിയതാണ്. ഇനി കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുളയുടെ കമ്പ് വെട്ടിയിട്ട് അതിന് ഇനി സപ്പോർട്ട് കൊടുക്കണം. പക്ഷേ ഇനി അടുത്ത പരിപാടി എന്താ? ടയർഡായില്ലേ? ഇനി എന്താ ചെയ്യുന്നേ? എന്നിട്ട് നമുക്കിനി ബാക്കി അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അതുപോലെ തണുപ്പാ. അവൻ തന്നെ അവസാനം പറഞ്ഞു നമുക്ക് കയറി പോവാൻ നാളെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ബൈ പറഞ്ഞായിരുന്നു. നാളെ അടുത്ത ഇതിലത് ഇനി എന്നിട്ട് കയറി പോയിട്ട് പറയുവാണ് സാറ്, അച്ഛൻ നമുക്ക് സൺഫ്ലവർ നടാം, സൺഫ്ലവർ നട്ടിട്ട് നമുക്ക് നിർത്താം. ഭയങ്കര വിൻഡ് ആയതുകൊണ്ട് നമ്മൾ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ ഫ്രിഡ്ജിന്റെ കഥയൊക്കെ പറയുന്നത്. ഫ്രിഡ്ജ് ഞങ്ങൾ വേറെ ഒരെണ്ണം ചെറുതൊരെണ്ണം വാങ്ങിയപ്പം അവിടെ ഇരുന്ന ഫ്രിഡ്ജ് അത്യാവശ്യം സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി ഗ്യാരേജിലേക്ക് മാറ്റിയതാണ്. എന്നാണല്ലോ അവൻ്റെ സൺഫ്ലവറും കൂടെ അങ്ങ് നട്ടിട്ട് കയറി പോയേക്കാന്ന് വെച്ചു. സൺഫ്ലവറിന്റെ സീഡ് കാണിച്ച് അത് ഓൾറെഡി ട്രീറ്റഡ് ആയിട്ടുള്ള ഫീഡ് സീഡാണ്. എൻ്റെ കളർ കണ്ടോ? ഇത് അശൂട്ടിന് വേണ്ടി മാത്രം അവൻ നടുന്നതാണേ. അവൻ്റെ അവൻ തന്നെ ചെയ്തോട്ടെ ഞങ്ങൾ വെച്ചു. 1 by 1. അടുത്ത ഇതിനകത്ത് നട്ടോ. ഓരോ ചട്ടിക്കകത്ത് നടുക. അത് തോറ്റോ, അതിനകത്ത് എല്ലാം നട്ടോ. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവനെ സ്കൂളിൽ പഠിപ്പിച്ചു വിടുന്ന ഇതെല്ലാം. അതുകൊണ്ട് എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. ഒന്നും നമ്മുടെ ഹെൽപ്പ് അവൻ മേടിക്കുകയല്ല. പണിയാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ഷൂസും ബൂട്ടും കയ്യിൽ ഗ്ലൗസും എല്ലാം ഇട്ട് ഇറങ്ങി. കൈ കാണിക്കാം, എൻ്റെ കൈ. ഓക്കെ, അന്ന് കൈ ഒന്ന് കാണിച്ചിട്ട് നോക്കുമോ ആൾക്കാരെ? നിന്റെ ഗൈസിനെ കൈ ഒന്ന് കാണിച്ചോ. കണ്ടോ കൈയും കാലിൻ്റെ ഒക്കെ കോലം കണ്ടോ? അവൻ താനി നാട്ടിൻപുറത്തെ കർഷകനാണ് അവൻ പറയുന്നത്. ഓടി കൈ കഴുകാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്.